ഹലോ ഓൾ ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. അപ്പം ഇന്നത്തെ കരിയർ ടോക്സ് നമ്മോടൊപ്പം ഉള്ളത് അൻസയാണ്. അൻസ, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. താങ്ക് യു. ഓക്കെ, അൻസ ഏത് കോഴ്സ് അവോധ ചെയ്തിരുന്നേ? എക്സൽ ടാലി GST ആണ് പഠിച്ചത്. ഓക്കെ ഓക്കെ. അപ്പം അൻസയുടെ ലൊക്കേഷൻ എവിടാ? എന്റെ വീട് ട്രിവാൻഡ്രത്താണ്, ഇപ്പം എറണാകുളത്താണ് നിൽക്കുന്നത്. ഇപ്പൊ എറണാകുളത്താണ്. സോ ജോബിന് വേണ്ടി റീലൊക്കേറ്റ് ചെയ്താണോ? ജോബിന് വേണ്ടി ഇങ്ങോട്ടേക്ക് ആയതാ. റീലൊക്കേറ്റ് ചെയ്താണ്. ഓക്കെ. അപ്പോ കറന്റ് എന്ത് ചെയ്യാ? ഇപ്പൊ ഞാൻ അക്കൗണ്ടിങ് ഫാക്കൽറ്റി ആയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യാ. ഇന്റേൺഷിപ്പ് ചെയ്യാണ്. ഓക്കെ. എവിടെയാ ചെയ്യുന്നത്? കമ്പനി ഡീറ്റെയിൽസ് ഒന്ന് പറയാം. അതേന എറുഡിഷം പാലാരിവട്ടം. ഓക്കെ ഓക്കെ. അപ്പം ഇന്റേൺഷിപ്പിലേക്ക് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? കമ്പനിയുടെ സൈഡിൽ നിന്ന് എങ്ങനെയുണ്ട്? സപ്പോർട്ടീവ് ആണോ? കമ്പനി സപ്പോർട്ടീവ് ആണ്, എല്ലാരും നല്ല രീതിയിലാണ് നോക്കുന്നത്. ഓക്കെ. അൻസയ്ക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നുണ്ടോ ഇന്റേൺഷിപ്പിലേക്കായിട്ട്? പഠിക്കാൻ പറ്റുന്നുണ്ട്. ടീച്ചിങ് ഞാൻ ഓഫീസ് അങ്ങനെയാ നോക്കിയത്, പക്ഷെ ഇതിനകത്ത് ടീച്ചിങ് വേറൊരു രീതിയിൽ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോ ഈ എക്സൽ ടാലി എന്നൊരു കോഴ്സ് ചൂസ് ചെയ്യുന്ന ടൈമിൽ എങ്ങനെ അവോധയെ പറ്റി കേട്ടെ? അവോധയിലേക്ക് ഒന്നൊരു ജേർണി എങ്ങനെയാന്ന് പറയാം. അവോധയിൽ ഞാൻ ബികോം കഴിഞ്ഞിട്ട് അടുത്ത കോഴ്സ് ഏത് നോക്കണമെന്ന് സെർച്ച് ചെയ്ത് നോക്കുമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു അവോധയെ പറ്റി ഞാൻ യൂട്യൂബിൽ സ്വന്തമായിട്ട് നോക്കിയതാ. അതിനു മുമ്പ് നമ്മുടെ കോളേജിൽ ഇങ്ങനെ അവോധയെ കുറിച്ച് ഇങ്ങനെ വെബിനാർ ഉണ്ടായിരുന്നു. അപ്പോഴങ്ങനെ ഒരുപാട് മൈൻഡ് ഒന്നും കൊടുത്തില്ല. പിന്നെ യൂട്യൂബിലൊക്കെ നോക്കി എല്ലാ വീഡിയോസ് ഒക്കെ നോക്കി റിവ്യൂസ് ഒക്കെ നോക്കിയപ്പം ഇൻട്രസ്റ്റ് ആയി, അങ്ങനെ അപ്ലൈ. ഓക്കെ. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് അവോധയെ പറ്റി പഠിച്ചിട്ടാണ് അഡ്മിഷൻ എടുത്തതല്ലേ? അതെ. ഓക്കെ ഓക്കെ. അഡ്മിഷൻ എടുത്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ് ഒക്കെ കൊള്ളായിരുന്നു. റെക്കോർഡഡ് ക്ലാസ് ഒക്കെ ആയിരുന്നു. നമ്മുടെ കൺവീനിയൻസ് ടൈമിൽ നോക്കി കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. ഡൗട്ട് കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു ക്ലാസ്സിലേക്ക്? ഡൗട്ട് അങ്ങനെ ഇല്ലായിരുന്നു. അക്കൗണ്ടിങ് ഒക്കെ നമ്മൾ പഠിച്ചതൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ഡൗട്ട് ഒന്നും ഇല്ലായിരുന്നു. വീഡിയോസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടോണ്ട് ഇരുന്നു. ഓക്കെ ഓക്കെ. അപ്പം ഇന്റേൺഷിപ്പിലേക്ക് വരുന്നതിന് മുമ്പ് ജാപ്പ് അറ്റൻഡ് ചെയ്തില്ലായിരുന്നോ? ജാപ്പ് അറ്റൻഡ് ചെയ്തു. ജാപ്പ് വഴിയാ ഇന്റേൺഷിപ്പ് കിട്ടിയത്. ജാപ്പിലെ പ്രൊസീജിയർ എങ്ങനെയായിരുന്നു? ജാപ്പിൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. 2 ദിവസം ട്രെയിനിങ് കഴിഞ്ഞ് പിന്നെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഡേ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അത് ലാസ്റ്റ് ഡേറ്റിന്റെ തൊട്ട് മുമ്പായിരുന്നു ഇന്റർവ്യൂ. അത് കഴിഞ്ഞിട്ട് കമ്പനി ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തു. ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഇന്റേൺഷിപ്പിന് കയറി. അവോധയെ പറ്റി കേട്ടപ്പോ തന്നെ എന്തുവായാലും ഒരു ഫീ സ്ട്രക്ചർ കേട്ടാണ് 2800 എന്നൊരു ഫീ സ്ട്രക്ചർ. ഓക്കെ. സോ എന്താ തോന്നിയിരുന്നു? 2800 ഈ കോഴ്സ് ചെയ്ത വർത്തായിരിക്കും തോന്നിയിരുന്നു? പുറത്തൊക്കെ നല്ല റേറ്റിന് ഈ കോഴ്സ് ഒരു 10,000 ഒക്കെ ആവുന്ന ഒരു റേറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ നോക്കിയായിരുന്നു, ഫുള്ള് നോക്കിയിട്ടൊക്കെ ഇതിൽ കയറിയത്. സോ കോഴ്സ് ചെയ്തത് വർത്തായിരുന്നോ അപ്പൊ 2800? പോസിറ്റീവ് ആയിട്ടുള്ള ഇതായിരുന്നു. അപ്പം ഇപ്പോ ഈ ഇന്റേൺഷിപ്പിലേക്ക് പോകുന്ന ടൈം വരെ അല്ലെങ്കിൽ കോഴ്സ് ചെയ്യുന്ന ടൈം തൊട്ട് ഇന്റേൺഷിപ്പിലേക്ക് വരുന്ന ടൈം വരെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫാമിലിയുടെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഓൺലൈൻ ആയിട്ടായതുകൊണ്ട് വീട്ടിൽ ആദ്യം പേയ്മെന്റ് ചെയ്യുന്നതൊക്കെ ആദ്യമൊക്കെ അത്ര ഒരു താല്പര്യം ഇല്ലായിരുന്നു. വീണ്ടും ഇങ്ങനെ ഇടയ്ക്കൊരു പേയ്മെന്റ് നടത്തി ഒരു പണി കിട്ടിയതാ. അതുകൊണ്ട് പിന്നെ വീണ്ടും ചെയ്യണോന്ന് ആദ്യം ചോദിച്ചു. അങ്ങനെ ഫുൾ വീഡിയോസ് ഒക്കെ ഞാൻ വീട്ടിലും കാണിച്ചു കൊടുത്തിട്ടൊക്കെ അഡ്മിഷൻ എടുത്തത്. ഓക്കെ. അപ്പൊ ഇപ്പൊ സാറ്റിസ്ഫൈഡ് അല്ലേ അവര്? ഇപ്പൊ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ ഓക്കെ. അപ്പോ അൻസ ഇത്ര ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിൽ താങ്ക്സ് ഉണ്ട്. ഓക്കെ. And all the very best for your future, and thank you for joining in Career Talks. Thank you. സെമിനാർ ഫിലിം അക്കാദമി എന്ന് പറഞ്ഞ ഒരു അക്കാദമിയിലാണ്. എനിക്ക് SBI ക്യാപ്പിലാണ് ജോലി റെഡി ആയിരിക്കുന്നത്. മൈത്ര കമ്മോഡിറ്റീസ്.